വിതിൻ 24 hours പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. കൂടാതെ നമ്മൾ റിക്കവർ ചെയ്യുകയും ചെയ്തു. നമ്മുടെ റെഡി ആയിട്ടുള്ള ആക്ഷനായിരുന്നു. കൃത്യമായ ഫോളോ അപ്പ്, കൃത്യമായ എങ്ങനെ ഹൗ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അത്ര എഫക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇക്കാര്യത്തിൽ വാകത്താനം പോലീസ് ടീം നടത്തിയിട്ടുണ്ട്. കോട്ടയം ഞാലിയാകുഴിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന സ്വർണ്ണക്കടയിലെത്തി 1 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞ പ്രതിയെ 24 മണിക്കൂറിനകം വാകത്താനം പോലീസ് പിടികൂടി. കോട്ടയം കങ്ങഴ സ്വദേശിയായിട്ടുള്ള രാഹുൽ രാജേന്ദ്രൻ എന്ന 24 വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിൻ്റെയും ചങ്ങനാശ്ശേരി DYSP ആഷാദസിൻ്റെയും വാകത്താനം SHO ജിൻസൺ ഡൊമിനിക്കിൻ്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 15/6/2026 തീയതി കുളത്തുങ്കൽ ജുവലറി, വാകത്താനത്തെ ഞാലിയാവഴി ടൗണിലെ കുളത്തുങ്കൽ ജുവലറിയിൽ ഉദ്ദേശം ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തി ചെന്നിട്ട് ഭാര്യയുടെ ബർത്ത്ഡേ ആണ്, മോതിരം വേണമെന്ന് പറയുന്നു. അങ്ങനെ മോതിരം കാണുന്നു. ഇയറിങ് വേണമെന്ന് പറഞ്ഞ് ഒരു ഇയറിങ് കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കടയിലെ ആളുകൾ കുറച്ച് ഇയറിങ്ങും അത് കണക്ക് മോതിരമൊക്കെ എടുത്തു കൊടുത്തു. ഇയാൾ കുറച്ച് നേരമൊക്കെ അത് പരിശോധിച്ചതിന് ശേഷം ഇത് ഇയറിങ് വേണ്ട എന്നും പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. വൈകുന്നേരം ഇതുപോലെ ഇവർ എല്ലാ ദിവസവും വൈകിട്ട് ഇവർ സാധനങ്ങൾ തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് 3 മോതിരവും 1 ഇയറിങ്ങും നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു. അപ്പോൾ അത് സംഭവം നടക്കുന്നത് 15-ാം തീയതി വൈകിട്ടാണ് ഇവർ തിരിച്ചറിയുന്നത്. ഇവർ നമുക്ക് പരാതി തരുന്നത് 17-ാം തീയതി വൈകുന്നേരം 6 മണിക്കാണ്. 6 മണിക്ക് ശേഷം ഇവർക്ക് ആദ്യം കേസെടുക്കുന്ന താല്പര്യമില്ലായിരുന്നു. കേസെടുക്കാതെ അവരെ ആളെ പിടിച്ച് കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. നമുക്കത് കേസെടുത്ത് നിയമപരമായ നടപടിയിലൂടെ പോകണം. പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നിയമവിധേയമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സെറ്റിൽമെൻറ്റാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു പ്രേരണയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമ നടപടി എടുത്ത് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ മൊഴിയെടുത്ത് കേസെടുക്കുന്നു. ഈ കേസെടുത്തത് 17/6/26 തീയതി വൈകിട്ട് 6:20 മണിക്ക്. 18/6/25 ഉച്ച സമയത്ത് 2 മണിക്ക് ശേഷം നമ്മൾ ഈ പ്രതി അറസ്റ്റ് ചെയ്തു. അതായത് വിതിൻ 24 hours പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. കൂടാതെ 2 മോതിരം ഉൾപ്പെടെ നമ്മൾ റിക്കവർ ചെയ്യുകയും ചെയ്തു. ഇൻഫർമേഷൻ കിട്ടിയ FIR ഇടുകയും അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രത്യേക സ്ക്വാഡ് ഫോം ചെയ്തു. ആ ടീം അത് വർക്കൗട്ട് ചെയ്തു. കൃത്യമായിട്ട് കടയിൽ കിട്ടിയ ഒരു ഫോട്ടോ വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ആളെക്കുറിച്ചുള്ള ഒരു രൂപം നമുക്ക് കിട്ടി. പക്ഷേ ഈ രൂപം വെച്ച് നമുക്ക് ആളിലോട്ട് എത്തുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഫോട്ടോ മാത്രമേ ഉള്ളൂ. എവിടുത്തുകാരനാണ്, എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയത്തില്ല. ഇയാൾക്കും അറിയത്തില്ല. ഫോൺ നമ്പേഴ്സില്ല, അങ്ങനെയൊന്നുമില്ല. ഈ ഫോട്ടോ ഉണ്ട്. കടയിൽ നിന്ന് നമുക്ക് വിഷ്വൽ കിട്ടി. ആ വിഷ്വൽ വെച്ചിട്ട് നമ്മൾ പിന്നെ അയാൾ പോയ മൂവ്മെൻറ്റ്സ് ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്തു. അയാൾ എങ്ങനെ പോയിരിക്കാമെന്നുള്ളത് ചുറ്റുപാടുകളും പരിശോധിച്ചു. അയാൾ ഉപയോഗിച്ച് കടന്നുപോയ അവിടെ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വണ്ടിയെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. 2 വീലറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി. ആ 2 വീലർ പക്ഷേ അയാളുടെ പേരിലൊന്നുമല്ല, മറ്റൊരാളുടെ പേരിലായിരുന്നു. അത് അന്വേഷിച്ച് നമ്മൾ എറണാകുളത്ത് പോയി. എറണാകുളത്ത് ഇത് വിറ്റ ഷോറൂമിൽ പോയി. അത് പെരുമ്പാവൂർ പോയി. അത് കണക്ക് കറുകച്ചാലിൽ നിന്നാണ് പിന്നീട് ഈ പ്രതിയെ നമ്മൾ രാഹുൽ രാജേന്ദ്രനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. അയാൾ കറുകച്ചാൽ സ്വദേശിയാണ്. അയാൾ കങ്ങഴ വില്ലേജ് കറുകച്ചാൽ PS ലിമിറ്റിലാണ് അയാൾ താമസിക്കുന്നത്. ഇയാൾ മുൻപും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ നമുക്കുണ്ട്. അത് തുടർന്ന് ഈ പ്രതിയെ നമ്മളിപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തേക്കാണ്. കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം കൺഫെഷൻ ഉൾപ്പെടെ കോട്ടയം വെസ്റ്റ് ലിമിറ്റിൽ നിന്ന് 2 പ്രോപ്പർട്ടി കേസുകൂടെ നമുക്ക് നിലവിൽ മനസ്സിലായിട്ടുണ്ട്. അതും വിശദമായ അന്വേഷണത്തിലൂടെ അതിൻ്റെ റിക്കവറി കൂടെ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമാനമായ കേസ് ജുവലറിയിൽ കയറിയിട്ട് ഈ മോതിരോ അല്ലെ ഇയറിങ്ങോ ഒക്കെ മേടിക്കുക, എന്നിട്ട് പതുക്കെ സോക്സിനകത്തോ കൈക്കകത്തോ ഒളിപ്പിക്കുക. മോഡസാണ് ഇത്. നമ്മുടെ അന്വേഷണത്തിൻ്റെ 3ാമത്തെ കുറ്റകൃത്യമാണ്. പഴയ 2 കുറ്റകൃത്യങ്ങളും അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മളത് കൃത്യമായിട്ട് കേസെടുത്ത് അക്കൗണ്ട് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് പ്രോപ്പറായ അന്വേഷണം ഉറപ്പാക്കും. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നിയമ നടപടികളും നമ്മൾ ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24 മണിക്കൂറിനുള്ളിൽ അതെ നമ്മുടെ റെഡി ആയിട്ടുള്ള ആക്ഷനായിരുന്നു. കൃത്യമായ ഫോളോ അപ്പ്, കൃത്യമായ എങ്ങനെ ഹൗ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഈ CCTV ക്യാമറകളും വാഹനവും ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഓൾ കേരള തന്നെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീംസ് ഉണ്ട്. ആ സ്ക്വാഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അവരിൽ ഇത് ഷെയർ ചെയ്യുകയും അവരിൽ പാരലായിട്ടുള്ള അന്വേഷണം നടത്തുകയും അത് പാരലായിട്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരം ഈ മോഡസ് ഓപ്പറാണ്ടിയുള്ള ആളുകളെക്കുറിച്ച് അന്വേഷണം നടത്തി വാഹനം കണ്ടെത്താനുള്ള എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു അറ്റ് ദ സെയിം ടൈം ഒരേ തരത്തിലുള്ള പല ടീമിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് അറ്റ് ദ സെയിം ടൈം നടക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വിതിൻ 24 hours പ്രതി അറസ്റ്റ് ചെയ്ത് റിക്കവറി ഉൾപ്പെടെ കിട്ടിയെന്നുള്ളതാണ്. അത്ര എഫക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇക്കാര്യത്തിൽ വാകത്താനം പോലീസ് ടീം നടത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇൻഫർമേഷൻ വന്നു തുടങ്ങി. 1-2 സ്ഥലത്തു നിന്ന് ഇന്നയാളായിരിക്കാം
അങ്ങനെ മുണ്ടക്കയത്തുനിന്ന് ഒരു പോലീസ് ഓഫീസർ നമ്മളെ വിളിച്ചു പറഞ്ഞു, വെസ്റ്റ് പോലീസിലെ ഇപ്പം പറഞ്ഞ മോഷണം നടത്തിയതും ഇയാളായിരിക്കാം എന്നൊരു സംശയം പറഞ്ഞു. അങ്ങനെ പോലീസിൻ്റെ ഒരു കൂട്ടായ വർക്കാണ്. ആൾ റിമാൻഡിലാണ്. ബാക്കി നടപടികളും ബാക്കി കേസുകളും തുടർന്ന് എടുക്കും. കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതും ചാർജ് ഷീറ്റ് കൊടുക്കും. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ചങ്ങനാശ്ശേരി DSP ആയ ഞാനുണ്ട്. അതുപോലെ തന്നെ വാകത്താന CI ജിൻസൺ ഡൊമിനിക്ക്, വാകത്താനത്തെ CPOമാരുടെ അനീഷ് ചന്ദ്രൻ, പ്രതീഷ് പ്രസാദ്, ഇവരുൾപ്പെടെ ടീമാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തത്. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാൾ മറ്റു കേസുകളിലും പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.